Hey guys, welcome back to the video. Ranjit here. സോ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി വളരെ മികച്ച രീതിയിലൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടും ആ ഒരു പ്രതീക്ഷിച്ച രീതിയിൽ, അതായത് ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കട്ട് ഓഫ് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റാതെ പോകുന്ന ആസ്പിരൻസ് ഉണ്ട്. സോ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ദ റിയൽ ചലഞ്ച് ഓഫ് പ്രിലിമിനറി എക്സാമിനേഷൻ. പ്രിലിംസ് എക്സാമിനേഷൻ മുന്നോട്ട് വെക്കുന്ന ആ ഒരു ഡിമാൻഡ് എന്താണ്, അല്ല അവിടെയുള്ള ഒരു റിയൽ ചലഞ്ച് എന്താണ്, ഇത് മനസ്സിലാക്കാതെ ഒരിക്കലും ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സോ അതാണ് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. സോ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. എനിവേ, വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് വാട്ട് പ്രിലിംസ് ആക്ച്വലി ഡിമാൻഡ്സ്. അതായത് ഓരോ എക്സാമിനേഷനും ആസ്പിരൻസിൽ നിന്നും അത് എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യം എന്താണ്, അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യം എന്താണ് എന്നൊരു വസ്തുതയുണ്ടാവും. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പ്രിലിമിനറി എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഓഫ് കോഴ്സ് ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നോളജ്, അതായത് പ്രിലിംസ് സിലബസിലുള്ള ആ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നോളജ് എങ്ങനെയാണ്, നിങ്ങളുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യപ്പെടും. എന്നാൽ ഈ ഫണ്ടമെൻ്റൽ നോളജ് മാത്രമല്ല, അതിനും അപ്പുറത്തേക്ക് ടൈം പ്രഷർ എക്സിക്യൂഷൻ, അതായത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകളെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ടൈം എന്നൊരു ഫാക്ടർ ഒരു പ്രഷറായിട്ട് നിലനിൽക്കുമ്പോൾ നിങ്ങൾ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സ്ട്രെസ് ആണ്. ഓഫ് കോഴ്സ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ, അതായത് എക്സാം എഴുതുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ട്രെസ് ഉള്ള ഒരു ഘട്ടമാണ്. വളരെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ടല്ല നമ്മളത് അറ്റംപ്റ്റ് ചെയ്യുന്നത്. സോ ആ സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു പാനിക് ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്, നിങ്ങളുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്, തീർച്ചയായിട്ടും അത് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടും. ദെൻ അക്യുറസി ആൻഡ് സ്പീഡ് ബാലൻസ്, അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾക്കിവിടെ അക്യുറസി എന്നുള്ളത് വളരെയധികം മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്, കാരണം നെഗറ്റീവ് മാർക്സ് ഉള്ള ഒരു പരീക്ഷയാണ്. രണ്ടാമത്, ടൈം ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ട് വരുന്ന ഒരു പരീക്ഷയാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം വളരെ അക്യുറേറ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് സമയമെടുത്ത് ആലോചിച്ച് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. സ്പീഡ്, അക്യുറസി ഇവ ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് ആക്ച്വലി ഈ ഒരു എക്സാം ഡിമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു എക്സാം ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബേസിക്കലി ആസ്പിരൻസിനെ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളാണ് പർട്ടിക്കുലറായിട്ട് ഈ എക്സാമിനേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈ ആസ്പിരൻസ് സ്ട്രഗിൾ ഡെസ്പൈറ്റ് പ്രിപ്പറേഷൻ. സാധാരണഗതിയിൽ ഈ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനൊക്കെ വേണ്ടി വളരെ മികച്ച രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആസ്പിരൻസ് ആണുള്ളത്. അതായത് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുന്നു, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു, റിവിഷൻ ചെയ്യുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. എങ്കിലും എക്സാമിനേഷൻ ഹാളിൽ സ്ട്രഗിൾ ചെയ്യും. ഇത് ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആപ്ലിക്കബിൾ ആവുന്ന ഒരു കാര്യമാണ്. ഹെവി ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഉണ്ടാവും. കാരണം സാമാന്യം വലിയൊരു സിലബസ് ഉണ്ട്, നല്ല ലെവലിലുള്ള ചോദ്യങ്ങൾ വരുമെന്ന് നമ്മൾക്ക് അറിയാവുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നമ്മൾ പഠിക്കും, നല്ല രീതിയിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യും. എന്നാൽ എക്സാമിനേഷൻ സമയത്ത് അത് ആ രീതിയിൽ നമ്മൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണങ്ങൾ, ഒന്ന്, ഈ ഹെവി പ്രിപ്പറേഷൻ എന്നുള്ളത് തന്നെ ഈ പുവർ എക്സിക്യൂഷനിലേക്ക് ലീഡ് ചെയ്യാം. കാരണം നമ്മൾ അങ്ങനെയുള്ളൊരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ ബാക്ക് ഓഫ് ദ മൈൻഡ്, മനസ്സിൽ നമ്മൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഇത്ര നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കണം, ഈ വിഭാഗങ്ങളിൽ നിന്നും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെയുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പല എക്സ്പെക്റ്റേഷൻസും ഉണ്ടാവും. ഇവിടെ നമ്മൾ അൺറിയലിസ്റ്റിക് എന്ന് പറയാനുള്ളൊരു കാരണം, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ് എന്നൊരു ബോധ്യം ആ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കൊള്ളണം എന്ന നിർബന്ധമില്ല. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകും. പാനിക് അണ്ടർ ടൈം പ്രഷർ, അതായത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം പോലും ടൈം എന്നൊരു കാര്യം ഒരു പ്രഷറായിട്ട് വരുമ്പോൾ നമ്മൾക്കത് ഓർത്തെടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ പോകും. മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് സോൾവ് ചെയ്യുന്ന ഒരു ചോദ്യമായിരിക്കും. എന്നാൽ ടൈം എന്നൊരു കാര്യം ഒരു പ്രഷറായിട്ട് നിൽക്കുമ്പോൾ ഈവൻ നമ്മൾ സാധാരണഗതിയിൽ ഒരു ചോദ്യം, അതേ ചോദ്യം തന്നെ സോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ മേ ബി ആ ഒരു ഘട്ടത്തിൽ എടുക്കാം, മിസ്റ്റേക്കുകൾ വരുത്താം. ദെൻ കംസ് എ സർപ്രൈസ് എലമെൻറ്റ്സ് ആൻഡ് പാറ്റേൺ ഷിഫ്റ്റ്സ്. ഇതെപ്പോഴും നിങ്ങൾ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകളിൽ പ്രതീക്ഷിക്കണം. ഇന്ന് വരെ നമ്മൾ നോക്കിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. അവിടെ നിന്നും ഏറ്റവും അധികം പ്രോബ്ലം വരുന്നത്, ഇതിൻ്റെയൊക്കെ ആകെ തുക എന്ന് പറയുന്നത് ഗെറ്റിംഗ് സ്റ്റക്ക് ഓൺ ക്വസ്റ്റ്യൻസ്. ചില ചോദ്യങ്ങൾ നിങ്ങൾ സ്റ്റക്കായി പോകും. ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ നമ്മൾക്ക് മാർക്സ് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം ഓൾറെഡി കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ചോദ്യങ്ങളിലാണ് നമ്മൾ സ്റ്റക്കാവുന്നത്. സമയം നമ്മൾക്ക് അവിടെ നഷ്ടപ്പെടും. കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ 100% അക്യുറസിയോടുകൂടി നമ്മൾക്ക് അത് സോൾവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൽ നിന്നും മാർക്സ് ലഭിക്കും എന്ന ഗ്യാരണ്ടിയും ഇല്ല. ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. ടെക്നിക്കലായിട്ട് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അപ്രോച്ച് ചെയ്യേണ്ടത്, സോൾവ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു വീഡിയോയിലൂടെ എക്സാം ഹോൾ സ്ട്രാറ്റജി എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ നമ്മൾ വളരെ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മൾക്ക് ഒരു എക്സാമിനേഷൻ എഴുതുമ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ള കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് എക്സാക്ട്ലി ഉള്ള ഐഡിയ ഒന്നുമില്ല. എങ്കിൽ തന്നെ നമുക്ക് ജനറൽ ആയിട്ട് അറിയാം, ഒരു ജനറൽ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനിൽ ഈ പോസ്റ്റുകളിലേക്ക്
റിയലിസ്റ്റിക് ആയിട്ടൊരു കട്ട് ഓഫ് ഏത് റേഞ്ചിലൊക്കെ ആയിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്കുണ്ട്. ആ ഒരു കട്ട് ഓഫും പ്ലസ് എ ബഫർ, അതായത് ഒരു എക്സ്ട്രാ സേഫ് ആയിട്ടുള്ള മാർക്സ് എന്ന് നമുക്ക് പറയാം. അതിനെയാണ് ഈ ബഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടി ചെയ്യേണ്ടത് മാക്സിമൈസ് ഈസി മാർക്സ്. അതായത് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യം പോലും സമയത്തിൻ്റെ പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാനിക് കൊണ്ടോ സോൾവ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല. പ്രോബ്ലി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഭാഗം നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്തു, നിങ്ങൾക്ക് വളരെയധികം കമാൻഡ് ഉണ്ട് നിങ്ങൾക്കറിയാം, എങ്കിലും എന്തുകൊണ്ടോ അവിടെ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ നേച്ചർ കൊണ്ടോ അങ്ങനെ നിങ്ങൾക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്ന് കരുതുക. ഉടനെ നിങ്ങൾ പാനിക് ആവും. ഒരിക്കലും അതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല. കാരണം അങ്ങനെ ഒരു വിഭാഗം ഏതെങ്കിലും ഒരു റീജിയനിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഈ പ്രിലിംസിലൊക്കെ പ്രതീക്ഷിക്കണം. അതാണ് നമ്മൾ ഈ സർപ്രൈസ് എലവൻസ് എന്ന രീതിയിൽ പറഞ്ഞത്. സോ അവിടെ ഈ 100% പെർഫെക്ഷൻ ഒന്നും നിങ്ങൾ ലക്ഷ്യം വെക്കരുത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കട്ട് ഓഫ് പ്ലസ് ബഫർ എന്നൊരു കാര്യം ക്ലിയർ ചെയ്യുക, ക്രോസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. സോ പിക്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഈസി മാർക്സ് നേടിത്തരാൻ സാധിക്കുന്ന ചോദ്യങ്ങളെ ഹാൻഡ് പിക്ക് ചെയ്യുക, അതിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. നമ്മൾക്കറിയാം ഈ ഒരു എക്സാമിനേഷനിൽ ഒരിക്കലും നമ്മൾ പഠിച്ച 100 ചോദ്യങ്ങൾ, 100 ഫാക്റ്റുകളുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങൾ ഒരിക്കലും വരികയില്ല. അവിടെ തീർച്ചയായിട്ടും ഗസ് ചെയ്യേണ്ട, നമ്മുടെ ലോജിക് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ബേസിക്കലി ഈ പ്രിലിമിനറി എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി വൺ മോർ തിങ്, ഹൗ സ്മാർട്ട് ആസ്പിരൻസ് ഹാൻഡിൽ പ്രിലിംസ്. ഞാനിവിടെ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം, ഇപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത് പ്രതീക്ഷിച്ച ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ ആളുകളുണ്ട്. എന്നാൽ ഒരു ആവറേജ് പ്രിപ്പറേഷനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആളുകളുണ്ട്. അതായത് ഒരു 65 എബോവ് ഒക്കെ സ്കോർ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. എന്താണ് ആ ഡിഫറൻസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഈ ഒരു ടൈം പ്രഷറിലുള്ള ഡിസിഷൻ മേക്കിംഗ്, അത് ഈ എക്സാം ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാം അണ്ടർ പ്രഷർ എന്നുള്ളത് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ ഏറ്റവും അധികം ആവശ്യമുള്ളൊരു കാര്യമാണ്. ദ മൊമെൻറ്റ് നമ്മൾ പാനിക് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കുകയില്ല, സില്ലി മിസ്റ്റേക്സ് വരും, അങ്ങനെ മാർക്സ് തീർച്ചയായിട്ടും നഷ്ടപ്പെടും. സോ പോയിന്റ് നമ്പർ 1 അതാണ്. രണ്ടാമതായിട്ട് പ്രയോറിറ്റൈസ് സ്കോറിംഗ് ക്വസ്റ്റ്യൻസ്. ഒരു ഈഗോയുടെ പുറത്ത് ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എനിക്ക് സോൾവ് ചെയ്യണം, ഇങ്ങനെയുള്ള ചിന്താഗതി ഒന്നും തന്നെ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ആസ്പിരൻറ്റിൻ്റെ മനസ്സിലുണ്ടാവുകയില്ല. സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് അത് പ്രയോറിറ്റൈസ് ചെയ്യുക, അവിടെ നിന്നും പരമാവധി മാർക്സ് നേടിയെടുക്കുക. ഈ ഒരു ലക്ഷ്യം മാത്രമാണ് ആസ്പിരൻസിൻ്റെ മനസ്സിലുണ്ടാവുക. അതായത് സ്മാർട്ടായിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനെ കാണുന്നതെങ്കിൽ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുവിൽ നമ്മൾ PSC പരീക്ഷകൾ കൺസിഡർ ചെയ്താൽ അതിൽ ഏറ്റവും അധികം ടൈം കൺസ്ട്രെയിൻ്റ് ആയിട്ടൊരു പരീക്ഷയാണ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ. കാരണം അവിടെ നമുക്കറിയാം ഒരു 50% ആപ്റ്റിറ്റ്യൂഡ് റീജിയൻ ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബേസിക് അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ലാംഗ്വേജ് ഉൾപ്പെടെ നമുക്ക് ആ ഒരു 50 മാർക്സ് എടുക്കാം. സ്വാഭാവികമായിട്ടും അവിടെ സമയം നഷ്ടപ്പെടാം. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രിലിംസിൽ കാണാനായിട്ട് സാധിക്കും. പൊതുവിൽ ടൈം കൺസ്ട്രെയിൻ്റ് ആണ് എന്ന് നമ്മൾക്കറിയാം. സോ നമ്മൾ അവിടെ ടൈം വളരെ അഗ്രസീവായിട്ട് സേവ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതായത് ഒരു ചോദ്യത്തിൽ നമ്മൾ സ്റ്റക്കായി നിന്നുകൊണ്ട് നമ്മൾക്ക് നഷ്ടമാകുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് പ്രിലിംസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം. സോ എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും, അതിപ്പോൾ നമ്മൾക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ടോ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ചോദ്യങ്ങളിൽ സ്റ്റക്കായി നിന്ന് പോയി അങ്ങനെ സമയം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല. ദെൻ കംസ് അവോയ്ഡ് ഇമോഷണൽ അറ്റംപ്റ്റ്സ്. അതായത് ഈ ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഏത് ക്വസ്റ്റ്യനാണ് പിക്ക് ചെയ്യേണ്ടത്, ഏത് ക്വസ്റ്റ്യനാണ് ലീവ് ചെയ്യേണ്ടത്, ഈ ഒരു ഡിസിഷൻ എടുക്കേണ്ട ആ ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് ഉണ്ട്. അവിടെയാണ് ഈ ഇമോഷണൽ അറ്റംപ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള അറ്റംപ്റ്റുകൾ വരിക. ഒന്നുകിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയം, ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ്, ഇത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്നൊരു ചിന്ത കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈവൻ ഈഗോയുടെ പുറത്ത് പോലും അറ്റംപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഈ ഒരു റീജിയനിൽ എനിക്ക് വളരെ വലിയൊരു കമാൻഡ് ഉണ്ട്, സോ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദ്യം ചോദിച്ചാലും ഇത് ഞാൻ സോൾവ് ചെയ്യും. ഇതെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈസി മാർക്സ് ആണ്. അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്ത് നിങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം ശേഷിക്കുന്ന സമയം ഒരു റിസ്ക് എടുത്തുകൊണ്ട്, അതായത് കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങൾ സോൾവ് ചെയ്താൽ പോലും ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഈ നെഗറ്റീവ് മാർക്കിംഗ് പോലും വരുന്നത് അങ്ങനെയാണ്. അതായത് ആദ്യ റൗണ്ടിൽ തന്നെ ആസ്പിരൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അനലിറ്റിക്കലായിട്ട് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും കൺഫ്യൂഷൻസ് വരുന്ന കാര്യങ്ങളൊക്കെ അതായത് ആദ്യ റൗണ്ടിൽ തന്നെ ഡിസൈഡ് ചെയ്ത് അങ്ങനെ ആൻസർ ചെയ്യും. ഫലത്തിൽ സംഭവിക്കുക, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സ്കോർ ചെയ്തിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും ആ നെഗറ്റീവ് മാർക്സ് കൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി ഇല്ലാതാവും എന്നുള്ളതാണ്. എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ദെൻ ഫൈനൽ പോയിന്റ്, ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് ഫോക്കസ് ഓൺ ക്ലിയറിംഗ് ദി എക്സാമിനേഷൻ, നോട്ട് കോൺകറിംഗ് ദി എക്സാം. അതായത് ഈ എക്സാമിനേഷന് മുകളിൽ ഒരു ടോട്ടൽ ഒരു ഡോമിനേഷനാണ് ആവശ്യം എന്ന രീതിയിൽ നിങ്ങൾ ഈ പരീക്ഷയെ കാണരുത്. ഇതിൻ്റെ ഡിമാൻഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. കംഫർട്ടബിളായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേജ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കട്ട് ഓഫ് പ്ലസ് ബഫറിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊരു സ്കോർ നിങ്ങൾ നേടണം, അത്രമാത്രമാണ്. അതിനും അപ്പുറത്തേക്ക് കംപ്ലീറ്റ്ലി ഈ എക്സാമിനേഷൻ ഡോമിനേറ്റ് ചെയ്യാം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ പരീക്ഷയെ സമീപിക്കരുത് എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും ഇത് മെയിൻ പരീക്ഷയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള അപ്രോച്ച് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രാറ്റജി തന്നെ ഡിഫറൻ്റ് ആണ്. നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നില്ല. ബട്ട് പ്രിലിംസിൽ ഈ ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത്. കാരണം അത് മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡും അത് ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും വ്യത്യസ്തമാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ വളരെ സ്മാർട്ടായിട്ട് പരീക്ഷ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രിലിംസ് എന്നുള്ള ഘട്ടം വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ ടു ജോയിൻ us on ടെലിഗ്രാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഏറ്റവും കോൺഫിഡൻസോടുകൂടി എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. എനിവേ അടുത്ത ഘട്ടങ്ങളിലൊക്കെ എക്സാമിനേഷൻ എഴുതുന്ന ആസ്പിരൻസ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ കോൺഫിഡൻസോടുകൂടി പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.